ഇതാണ് നമ്മുടെ മാൾട്ടിലെ അവസ്ഥ ഗൈസ്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് പമേലാണ്. നമുക്ക് നോക്കാം, ലൈക്ക് നോർമലി ഞങ്ങൾ ഷോപ്പ് ചെയ്യുമ്പോൾ 1 വീക്കിലേക്കുള്ള ഗ്രോസറീസ് ആണ് വാങ്ങാറ്. അപ്പോൾ നമുക്ക് എത്രയാണെന്ന് നോക്കാം ഗൈസ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പച്ചക്കറി തുടങ്ങാം ഗൈസ്. അപ്പോൾ നമ്മൾ പച്ചക്കറി എടുത്തതിന് നമുക്ക് 8 യൂറോ ഓൾമോസ്റ്റ് ആയി. എനിക്ക് വലിയ ഡ്രൈ എത്രയാ 7 യൂറോ. ഇത് ലോണ്ടറി ലിക്വിഡാണ്. ഇത് നമുക്ക് പക്ഷേ വീക്ക്ലി വാങ്ങിക്കേണ്ട ആവശ്യമില്ല. കാരണം ഷവർ ജെല്ല്, പാസ്ത, ഇതാണ് നമ്മൾ വാങ്ങാറുള്ള റൈസ്. ഹാം എടുത്തു, സോസേജ് എടുത്തു, അതുപോലെ ബേക്കൺസ് എടുത്തു. നോക്കാം എത്രയാവുന്നു തോന്നേ. പിന്നെ നമ്മുടെ മെയിൻ സാധനം എന്ന് പറഞ്ഞാൽ നമുക്ക് വെള്ളം വാങ്ങിക്കണം. വെള്ളം എടുക്കുമ്പോൾ പറയുമ്പോൾ നമ്മളൊരു ആഴ്ചത്തേക്ക് ഒരു മാസത്തേക്കായിട്ട് വെള്ളം എടുക്കണം. ഒരു 5 പാക്കറ്റൊക്കെ എന്തായാലും വേണ്ടി വരും. ഇതിപ്പോൾ നമ്മൾ 3 പേരുടെ ഒരു മാസത്തേക്കുള്ള വെള്ളമാണിത്. ഇത് മാത്രം എനിക്ക് തോന്നുന്നു 10-20 യൂറോയുടെ സാധനം കാണും ഗൈസ്. അപ്പോൾ നമ്മുടെ ഫൈനൽ ബില്ല് എന്ന് പറഞ്ഞാൽ എനിക്ക് 46 യൂറോ ആയിരുന്നു. അത് ഇൻക്ലൂഡിങ് വെള്ളത്തിൻ്റെ പൈസ കൂടി കൂട്ടിയിട്ടാണ് എനിക്ക് 46 യൂറോ. അതുപോലെ എനിക്ക് എത്രയും 64 വെള്ളം കൂട്ടാണ്ട്. ഇപ്പം ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അത് തോമയ്ക്ക് എത്രയും നോക്കാം. പണം എനിക്കൊരു പ്രശ്നമല്ല. കുറഞ്ഞ ബില്ല് തോമയ്ക്കാണ്. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ മാൾട്ടിലെ അവസ്ഥ. ഇതിപ്പോൾ എല്ലാവർക്കും ഒരു മാസത്തേക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. കുടിച്ചോ നല്ല ദാഹം കാണും. എത്ര പൈസ പോയതല്ലേ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ വീക്ക്ലി ഷോപ്പിങ്ങിൻ്റെ മാത്രമല്ല, നമ്മൾ അത് കൂടാണ്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിയായിരുന്നു. ഇപ്പോൾ ലൈക്ക് ലോണ്ടറി ലിക്വിഡ് ആണെങ്കിലും ഷവർ ജെല്ലൊക്കെ ആണെങ്കിലും അത് നമുക്കങ്ങനെ വീക്ക്ലി വാങ്ങേണ്ട ആവശ്യമില്ല. പക്ഷെ എന്നാലും ലൈക്ക് എനിക്ക് എല്ലാം കൂടി കൂട്ടിയിട്ട് ഒരു വീക്കിലേക്കുള്ള ഓടിക്കാനുള്ള സാധനം വാങ്ങിയപ്പോൾ എനിക്കായത് ഈ 46 യൂറോ ആണ്. അത് ഡിപ്പെൻസ് ആണ്. ലൈക്ക് ഇപ്പോൾ അവർക്ക് ഉണ്ടില്ലേ, ചിലർക്ക് കൂടാൻ ചിലർക്ക് കുറയാം അങ്ങനെ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ബൈ.